സൗദിയിലേക്ക് എത്തുന്ന നിക്ഷേപകരെ ആകർഷിക്കാനായിരുന്നു സൗദി അറേബ്യ ആദ്യമായി പ്രീമിയം റെസിഡൻസി ഇഖാമകൾ പ്രഖ്യാപിച്ചത്. രണ്ട് തരത്തിലായിരുന്നു ഈ ഇഖാമകൾ ഉണ്ടായിരുന്നത്. ഒന്ന്, 1,00,000 റിയാൽ മുടക്കി ഓരോ വർഷവും പുതുക്കാവുന്നവ. മറ്റേത് 8,00,000 റിയാൽ മുടക്കി ആജീവനാന്തം ഉപയോഗിക്കാവുന്നവ. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ 5 പുതിയ തരം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദിയിലേക്ക് മികച്ച നിക്ഷേപകരെയും പ്രതിഭകളെയും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ചതായിരുന്നു പ്രീമിയം ഇഖാമകൾ അഥവാ പ്രീമിയം റെസിഡൻസികൾ. 5 വിഭാഗങ്ങളിലായാണ് പുതുതായി പ്രീമിയം ഇഖാമകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള 2 തരം പ്രീമിയം ഇഖാമകൾക്ക് പുറമെയാണിത്. സ്പോൺസർ ആവശ്യമില്ലാത്ത പ്രീമിയം ഇഖാമകൾ സൗദിയിലേക്ക് ആദ്യമായി രംഗത്തിറക്കിയത് വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതുതായി വിവിധ രംഗങ്ങളിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നവരെയും പ്രതിഭകളെയും സൗദിയിലേക്ക് ആകർഷിക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതു തരം പ്രീമിയം റെസിഡൻസി അഥവാ പ്രീമിയം ഇഖാമകൾ സ്വന്തമാക്കുന്നവർക്കും നേട്ടങ്ങൾ അനവധിയാണ്. സൗദിയിൽ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമൊപ്പം സ്ഥിരതാമസം ലഭിക്കുന്നുവെന്നതാണ് അതിൽ പ്രധാന നേട്ടം. 25 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾക്കും ഇതുവഴി സൗദിയിൽ തങ്ങാം. ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്വതന്ത്രമായി മാറാനും ഈ ഇഖാമകൾ വഴി സാധിക്കും. സൗദിയിൽ നിലവിലുള്ള വിദേശികൾക്കും ആശ്രിതർക്കുമുള്ള ലെവിയും ഈ ഇഖാമകളിൽ ബാധകമാകില്ല. റീ എൻട്രി വിസ കൂടാതെ തന്നെ ഇഖാമയുള്ളയാൾക്കും കുടുംബത്തിനും സൗദിയിൽ നിന്ന് പുറത്തേക്കും തിരികെ വരാനും കഴിയും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വിസിറ്റിംഗ് വിസകൾ ഇഷ്യൂ ചെയ്യാനും ഈ പ്രീമിയം റെസിഡൻസികൾ സ്വന്തമാക്കിയാൽ സാധിക്കും. വിവിധ തുറമുഖങ്ങളിലും സൗദി പൗരന്മാർക്കും GCC പൗരന്മാർക്കുമുള്ള അതേ ആനുകൂല്യങ്ങൾ ഈ പ്രീമിയം ഇഖാമകൾ സ്വന്തമാക്കുന്നവർക്ക് ലഭ്യമാകും. സൗദിയിൽ സ്വന്തമായി ഭൂമിയും വസ്തുക്കളും വാങ്ങാനും ഇതുവഴി സാധിക്കുന്നുണ്ട്. നിലവിലുള്ള 2 തരം പ്രീമിയം ഇഖാമകളടക്കം ആകെ പ്രീമിയം റെസിഡൻസികളുടെ എണ്ണം ഇനി മുതൽ 7 ആണ്. നിലവിലുള്ള 2 എണ്ണത്തിന് പുറമെ 5 എണ്ണമാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ടാലന്റ്, ഗിഫ്റ്റഡ് റെസിഡൻസി, ബിസിനസ് ഇൻവെസ്റ്റർ, എൻ്റർപ്രണർ റെസിഡൻസി, പ്രോപ്പർട്ടി ഓണർ എന്നിങ്ങനെ പോകുന്നു പുതുതായി പ്രഖ്യാപിച്ച പ്രീമിയം റെസിഡൻസികൾ അഥവാ പ്രീമിയം ഇഖാമകൾ. സ്പെഷ്യൽ ടാലന്റ് റെസിഡൻസിയാണ് പുതുതായി പ്രഖ്യാപിച്ചവയിൽ ആദ്യത്തേത്. ആരോഗ്യം, ശാസ്ത്രം, ഗവേഷണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കാണ് ഈ ഇഖാമകൾ ലഭ്യമാവുക. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികകളിലുള്ള എക്സിക്യൂട്ടീവുകൾക്കും ഈ ഇഖാമ അനുവദിക്കും. ഇതിനായി മിനിമം ശമ്പളവും പ്രീമിയം റെസിഡൻസി സെന്റർ നിശ്ചയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് 35,000-ഉം ശാസ്ത്രജ്ഞർക്ക് 35,000-ഉം ഗവേഷകർക്ക് 14,000-ഉം എക്സിക്യൂട്ടീവുകൾക്ക് 80,000-ഉം റിയാൽ ശമ്പളമായി വേണം. എങ്കിൽ മാത്രമേ പ്രീമിയം റെസിഡൻസി ഈ കാറ്റഗറിയിൽ ലഭ്യമാവുകയുള്ളൂ. 5 വർഷത്തേക്കാണ് പ്രീമിയം റെസിഡൻസ് അനുവദിക്കുക. 4,000 റിയാൽ ഫീസ് വരുന്ന ഇഖാമ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാൽ വീണ്ടും പുതുക്കാനുള്ള അവസരമുണ്ടാകും. കലാ, കായിക, സാംസ്കാരിക മേഖലകളിലെ വിദഗ്ധർക്കും പ്രതിഭകൾക്കും അനുവദിക്കുന്ന ഗിഫ്റ്റഡ് റെസിഡൻസിയാണ് രണ്ടാമത്തേത്. കായിക സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ശുപാർശയോട് കൂടിയായിരിക്കും ഇത്തരം പ്രീമിയം റെസിഡൻസികൾ അനുവദിക്കുക. 4,000 റിയാൽ ഫീസ് വരുന്ന 5 വർഷത്തേക്കുള്ള ഇഖാമയായിരിക്കും ഇതും ആവശ്യാനുസരണം പുതുക്കിയെടുക്കാം. നിശ്ചിത കാലയളവിനുള്ളിൽ മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൊയ്യാനായാൽ അനന്തമായി സൗദിയിൽ തങ്ങുകയും ചെയ്യാം. നിക്ഷേപകർക്കുള്ള ഇൻവെസ്റ്റർ റെസിഡൻസിയാണ് മൂന്നാമത്തേത്. സൗദി നിക്ഷേപ മന്ത്രാലയത്തിൻ്റെ നിക്ഷേപ ലൈസൻസും ആദ്യ 2 വർഷത്തിനുള്ളിൽ 70 ലക്ഷം റിയാലിൽ കുറയാത്ത നിക്ഷേപവും കുറഞ്ഞത് 10 പേർക്ക് തൊഴിലവസരവും സൃഷ്ടിച്ചാൽ മാത്രമാകും ഈ പ്രീമിയം റെസിഡൻസികൾ ലഭ്യമാവുക. 4,000 റിയാൽ തന്നെയാണ് ഇതിൻ്റെയും ഫീസ്. 5 വർഷത്തേക്കുള്ള ഇഖാമയോ സ്ഥിരതാമസമോ ഇതുവഴി അനുവദിക്കും. മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാകും ഇവയും അനുവദിക്കുക. എൻ്റർപ്രണർ റെസിഡൻസിയാണ് അടുത്തത്. 4 ലക്ഷം മുതൽ 15 ദശലക്ഷം വരെ നിക്ഷേപം ഉണ്ടാവുക. സ്റ്റാർട്ടപ്പിൽ 20% വിഹിതമുണ്ടാവുക. ആദ്യ വർഷം 10 പേർക്കും രണ്ടാം വർഷം 20 പേർക്കും തൊഴിൽ സാധ്യത സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന യോഗ്യതകൾ.
റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസിയാണ് അവസാനത്തേത്. 40 ലക്ഷം റിയാലിൽ കുറയാത്ത മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തി ഉള്ളവർക്കാണ് ഇത് ലഭ്യമാവുക. റിയൽ എസ്റ്റേറ്റ് ആസ്തി താമസ കെട്ടിടമായിരിക്കണം. വസ്തു പണയപ്പെടുത്താതിരിക്കുകയും വേണം. ഇവയാണ് ഈ പ്രീമിയം റെസിഡൻസി ലഭ്യമാകാനുള്ള നിബന്ധനകൾ. അവസാനത്തെ 2 തരം കാറ്റഗറികൾ നേരത്തെയുള്ളവയാണ്. ഓരോ വർഷവും പുതുക്കാവുന്നതും ആജീവനാന്തം ഉപയോഗിക്കാവുന്നതും ഇതിലുണ്ട്. 1 വർഷത്തേക്ക് 1 ലക്ഷം റിയാൽ തോതിൽ 5 വർഷം വരെ ഇത്തരം വിസകൾ പുതുക്കാനാകും. സ്ഥിരതാമസത്തിലാണെങ്കിൽ 8 ലക്ഷം റിയാലിനും സൗദിയിൽ പ്രീമിയം റെസിഡൻസി പഴയതുപോലെ തന്നെ സ്വന്തമാക്കാം. ഈ പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കുന്നവർ പണം നൽകുന്നതിനൊപ്പം സാമ്പത്തിക ഭദ്രത തെളിയിക്കുകയും വേണം. 5 വർഷത്തിനിടെ 30 മാസമെങ്കിലും തുടർച്ചയായോ ഇടവിട്ടോ പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കുന്നവർ സൗദിയിൽ താമസിച്ചിരിക്കണം. എങ്കിൽ മാത്രമാകും ഇവ വീണ്ടും പുതുക്കി ലഭിക്കുക. മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികളുടെ പ്രാദേശിക ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റി സ്ഥാപിക്കാത്ത കമ്പനികൾക്ക് സർക്കാർ കരാർ ലഭിക്കില്ലെന്ന സൗദി കിരീടാവകാശിയുടെ പ്രഖ്യാപനത്തിന് ശേഷം നിരവധി ആഗോള കമ്പനികളാണ് സൗദിയിലേക്ക് എത്തുന്നത്. അത്തരം കമ്പനി മേധാവിമാർക്കും ജീവനക്കാർക്കും ഈ തരം പ്രീമിയം റെസിഡൻസികൾ ഏറെ ഗുണം ചെയ്യും. നിക്ഷേപവുമായി സൗദിയിലെത്തുന്നവർ ഇത്തരം വിസകൾ സ്വന്തമാക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിലുള്ള 2 തരം പ്രീമിയം റെസിഡൻസികൾ 7 ആക്കി വർദ്ധിപ്പിച്ചത്. ഇത്തരം വിസകൾ സ്വന്തമാക്കുന്നവരുടെ കൂട്ടത്തിൽ മലയാളികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്.